ആനകളെക്കുറിച്ചുള്ള ചർച്ചകൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ സജീവമാണ്. കാട്ടാനകളും മറ്റും നമ്മുടെ നാട്ടിലിറങ്ങി കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും മറ്റ് വ്യക്തികളെ എല്ലാം ഉപദ്രവിക്കുകയും ചെയ്യുന്ന കഥകളെല്ലാം നിരന്തരം വാർത്തകളിലൂടെ നമ്മൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആനകൾ ശരിക്കും പ്രശ്നക്കാരാണോ അതോ മനുഷ്യരാണോ പ്രശ്നക്കാര്? അതെന്തുമാകട്ടെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ആനകളെക്കുറിച്ചുള്ള ചില അതിശയിപ്പിക്കുന്ന വസ്തുതകളാണ് കാണാൻ പോകുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ മൃഗങ്ങളിലൊന്നായ ആന അവയുടെ കരുത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും അതുപോലെ തന്നെ ഓർമ്മശക്തിയുടെയും പല കാര്യങ്ങളിലും പേര് കേട്ടവയാണ്. പക്ഷെ അവയെക്കുറിച്ച് ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കേൾക്കാനിരിക്കുന്നു. കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. എലഫന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ചിത്രം എന്ന് പറയുന്നത് നീണ്ട തുമ്പിക്കൈ ആയിരിക്കും. ഈ തുമ്പിക്കൈ രൂപപ്പെട്ടിട്ടുള്ളത് മേൽചുണ്ടും മൂക്കും കൂടി വളർന്നിട്ടാണ്. ഈ തുമ്പിക്കൈ ഉപയോഗിച്ചാണ് അവ മിക്ക കാര്യങ്ങളും ചെയ്യുന്നത്. ഒരു ആനയുടെ തുമ്പിക്കൈയിൽ ഏകദേശം 6 മുതൽ 10 ലിറ്റർ വരെ വെള്ളം കൊള്ളുമെന്നാണ് പറയുക. എല്ലുകളില്ലാത്ത ഈ തുമ്പിക്കൈയിൽ ഏകദേശം 1 ലക്ഷത്തിലധികം ഞരമ്പുകളും അതുപോലെ തന്നെ മസിലുകളുമുണ്ട്. ഏത് രീതിയിൽ വേണമെങ്കിലും ചലിപ്പിക്കുവാൻ ഇവ അവയെ സഹായിക്കുന്നു. ആനകളുടെ തുമ്പിക്കൈയുടെ അഗ്രത്തിലുള്ള വിരലുകൾ ഉപയോഗിച്ച് ഏത് ചെറിയ വസ്തുവും പോലും അവർക്ക് എടുക്കാൻ നിസ്സാരമായിട്ട് കഴിയും. തുമ്പിക്കൈ കഴിഞ്ഞാൽ അവയുടെ ഒരു പ്രൗഢി എന്ന് പറയുന്നത് ആനകളുടെ കൊമ്പുകളാണ്. ആനകളുടെ വായ്ക്കകത്തുള്ള മുൻപല്ലുകൾ വളർന്നാണ് കൊമ്പുകൾ രൂപപ്പെടുന്നത്. ഓരോ ആനയുടെയും പ്രായവും വലിപ്പവും അനുസരിച്ച് ആ കൊമ്പുകളുടെ വലിപ്പത്തിലും അതിന്റെ പ്രൗഢിയിലും എല്ലാം വ്യത്യാസമുണ്ടാകും. വായ്ക്കകത്ത് ഈ കൊമ്പ് വളർന്നതിന് പുറകിലുള്ള ഭാഗത്താണ് ആനകളുടെ പല്ലുകൾ കാണപ്പെടുക. മനുഷ്യരുടെ പല്ലുകൾ ഒരു തവണ കൊഴിഞ്ഞു പോയി ഒരു തവണ വരും. എന്നാൽ ആനകളുടെ പല്ലുകൾ 5 തവണ മാറി മാറി വരുമെന്നാണ് പറയുക. മറ്റു ജീവികളെ പോലെ ആനകൾ വിയർക്കാറില്ല. അവർക്ക് നഖത്തിന് മുകളിൽ മാത്രമാണ് വിയർപ്പ് ഗ്രന്ഥികളുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ പാള പോലെയുള്ള ചെവികൾ ആട്ടിയാട്ടി എപ്പോഴും അവർ ശരീരം തണുപ്പിക്കാൻ ശ്രമിക്കും. ആനകൾക്ക് ഏകദേശം 3 മൈൽ അകലെയുള്ള ഒരു വെള്ളത്തിന്റെ സാന്നിധ്യം പോലും തിരിച്ചറിയാൻ കഴിയും. കേൾവിയുടെ കാര്യത്തിലും ഇവർ അഗ്രഗണ്യരാണ്. ചെവിയിലൂടെ മാത്രമല്ല ഇവർക്ക് കേൾക്കാൻ കഴിയുക, ശബ്ദ തരംഗങ്ങളെ കാലിലൂടെ മനസ്സിലാക്കി അതെന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവും ആനകൾക്കുണ്ട്. പലപ്പോഴും പല വീഡിയോകളിലും അനിമൽ പ്ലാനറ്റിലും മറ്റും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു കാല് പൊക്കി ഒരു കാല് മണ്ണിൽ ഉറപ്പിച്ചു നിർത്തി എന്താണ് ആ ശബ്ദമെന്ന് അവർ തിരിച്ചറിയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭൂകമ്പങ്ങൾ പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ ആനകൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയും. കാരണം അവരുടെ ഈ കാലിലൂടെയുള്ള ശബ്ദത്തെ അവർക്ക് മനസ്സിലാക്കി അത് വിഭജിച്ചെടുക്കാൻ കഴിയുന്നതുകൊണ്ട്. ഓർമ്മശക്തിയുടെ കാര്യത്തിലും ആനകൾ ഒട്ടും പുറകിലല്ല. കുടുംബാംഗങ്ങളെയും സ്ഥലങ്ങളെയും മറ്റു വസ്തുക്കളെയും എല്ലാം അവർക്ക് വർഷങ്ങളോളം ഓർത്തു വെക്കാൻ കഴിയും. പല മണങ്ങളെ പോലും അവർക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ പല കഥകളും നിങ്ങൾ നാട്ടിൽ കേട്ടിട്ടുണ്ടാകും. ആനകളൊക്കെ ഉപദ്രവിച്ചവരെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആനകൾ തിരിച്ചെത്തി വകവരുത്തുന്നത്. ഇതെല്ലാം ഇവരുടെ ഓർമ്മശക്തിയുടെയും ഘ്രാണശക്തിയുടെയും ഫലമായിട്ടാണ്. നിന്നുകൊണ്ട് ഉറങ്ങാൻ കഴിയുന്ന ഒരു ജീവി കൂടിയാണ് ആന. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ലോകത്തിലെ ചാടാൻ കഴിയാത്ത ഒരേ ഒരു സസ്തനിയാണ് ആന എന്നുകൂടി പറയപ്പെടുന്നു. ആനയെ നമുക്ക് എപ്പോഴും ഒരു കരയുന്ന ജീവിയായി പറയാം. കാരണം ഇവർക്ക് കണ്ണീർ കുഴലുകളില്ല. അതുകൊണ്ട് തന്നെ കണ്ണിൽ നിന്ന് എപ്പോഴും വെള്ളം വാർന്നുകൊണ്ടിരിക്കും. ആനയുടെ ഒരു ഗർഭകാലം എന്ന് പറയുന്നത് ഒരു അതിശയിപ്പിക്കുന്ന കാര്യമാണ്. ഏകദേശം 22 മാസങ്ങളോളം ആന ഗർഭാവസ്ഥയിലായിരിക്കും. ഏകദേശം ഉണ്ടാവുന്ന കുട്ടികൾക്ക് 100 കിലോയിൽ മുകളിൽ ഭാരമുണ്ടാകും. പിടിയാന കുട്ടികളെ ഏകദേശം 12 വർഷം വരെ അവരുടെ കൂടെ നിർത്തി സംരക്ഷിക്കുമെന്നാണ് പറയുക. പൂർണ്ണ വളർച്ചയെത്തിയ ആനയ്ക്ക് ഒരു ദിവസം ഏകദേശം 150 കിലോയ്ക്ക് മുകളിൽ ആഹാരം വേണം. ഇവർ ആഹാരം ഇങ്ങനെ കഴിക്കുമെങ്കിൽ കൂടി ഇവരുടെ ശരീരത്തിൽ ആഹാരം പൂർണ്ണമായി ദഹിക്കപ്പെടുകയില്ല. അതിൽ ഏകദേശം 40, 50, 60% മാത്രമേ ദഹിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം അവർ വിസർജ്യങ്ങളായി പുറന്തള്ളും. അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും വിശപ്പുള്ളത് കൊണ്ട് ആഹാരം കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഏകദേശം ആനയുടെ ഒരു ജീവിത കാലയളവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആയുസ് എന്ന് പറയുന്നത് 50 മുതൽ 70 വർഷം വരെയാണെന്ന് പറയപ്പെടുന്നു. കുട്ടി ആനകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവ തുമ്പിക്കൈ ഉപയോഗിച്ചല്ല പാല് കുടിക്കുക. ഡയറക്റ്റ് വായിലേക്ക് വെച്ചാണ്. അത് പശുക്കുട്ടികളൊക്കെ പാല് കുടിക്കും പോലെയാണ് അവയും പാല് കുടിക്കുക. തുമ്പിക്കൈ വളർന്ന് വലുതായതിനു ശേഷമാണ് അവർ ആഹാരത്തിന് വേണ്ടി തുമ്പിക്കൈയും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു തുടങ്ങുകയുള്ളൂ. ആഫ്രിക്കൻ ആനകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏഷ്യൻ ആനകൾക്ക് വലിപ്പവും അതുപോലെ തന്നെ അവരുടെ ഭാരവും എല്ലാം കുറവാണ്. മനുഷ്യരെ പോലെ തന്നെ ആനകൾക്കും സന്തോഷം, ദുഃഖം, കോപം എന്നീ വികാരങ്ങൾ അനുഭവിക്കാൻ കഴിയും. അവ ചിരിക്കുകയും കരയുകയും ദുഃഖിക്കുകയും മരിച്ചവരെ ഓർത്ത് വിലാപിക്കുകയും ചെയ്യും. പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ടാകും. കൂട്ടത്തിലെ ഒരു ആന മരിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടം ആ ആനയെ മൂടിയിടുന്നതും അല്ലെങ്കിൽ അവ മരിച്ച് വർഷങ്ങൾ ശേഷവും അവിടെ വന്ന് നോക്കി നിൽക്കുന്ന കഥകളെല്ലാം നമ്മൾ പല ഇടങ്ങളിലൂടെയും കേട്ടിട്ടുണ്ട്.
കൂട്ടത്തിലെ ശക്തരായ കൊമ്പനാനകളാണ് ആ കൂട്ടത്തെ നയിക്കുന്നത് എന്ന് നമ്മൾ കരുതിയേക്കാം. പക്ഷേ അങ്ങനെയല്ല. സത്യത്തിൽ കൂട്ടത്തിലെ മുതിർന്ന പിടിയാനകൾക്കാണ് ആ ചുമതല. കൊമ്പനാനകൾ ഒരു പ്രായം കഴിഞ്ഞാൽ അവ ഒറ്റയ്ക്ക് കഴിയാൻ ഇഷ്ടപ്പെടുന്നവയാണ്. അതുകൊണ്ട് തന്നെയാണ് കൊമ്പൻ ആനകൾക്ക് ഒറ്റയാൻ എന്ന വിളിപ്പേര് പോലും വന്നത്. ഒരു കൊമ്പന് നിശ്ചിത പ്രായം എത്തിക്കഴിഞ്ഞാൽ അവർ ആ കൂട്ടത്തിൽ നിന്ന് പിരിയുകയും മറ്റു കൂട്ടങ്ങൾ തേടി പോവുകയും ചെയ്യും. ഇങ്ങനെ മറ്റു കൂട്ടങ്ങൾ തേടി പോകുമ്പോൾ കൊമ്പനാനകൾ ഇണ ചേരാനുള്ള അവകാശത്തിനായി പരസ്പരം പോരിടാറുണ്ട്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവരുടെ ശരീരത്തിൽ നിന്നും പ്രത്യേക തരത്തിലുള്ള ഗന്ധങ്ങൾ പുറത്തുവരും. ആനകളും സാമൂഹിക ജീവികളാണ്. അവയുടെ കൂട്ടത്തിൽ ഒന്നിനെ തൊട്ടാൽ എല്ലാവരും ഓടിവരും എന്നുള്ളത് സാരം. കൃത്യമായിട്ട് ഒരു ടെറിട്ടറി ശീലം ഇല്ലാത്തവയാണ് ആനകൾ. അവ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ച് മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള സഞ്ചാരത്തിൽ മനുഷ്യൻ വസിക്കുന്ന സ്ഥലങ്ങളിലേക്കും അവർ ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ പലതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളല്ല. ഒറ്റയാനും മറ്റുമൊക്കെ ഇറങ്ങി വന്ന് നാട്ടിലിറങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യരുടെ പങ്ക് അതിലുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതുവരെ കേട്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാക്ട് ണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.